ഒരു വാർത്ത കൂടി വരുന്നു. ലൈംഗികാരോപണ കേസ് പ്രതി രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയെ വെള്ളപൂശി കോൺഗ്രസ് മുഖപത്രത്തിൽ ലേഖനം. പീഡന പരാതികൾക്ക് പിന്നിൽ ആസൂത്രിതമായ ഗൂഢാലോചനയാണ്. സ്ത്രീ സമ്മതിക്കാതെ ഒരു ഗർഭഛിദ്രവും നടക്കില്ല. പരാതിക്കാർക്ക് CPIM ബന്ധമുണ്ടെന്നും വീക്ഷണത്തിലെ ലേഖനത്തിൽ പറയുന്നു. CPIMലെ കത്തുചോർച്ചാ വിവാദം മറയ്ക്കാനുള്ള ആസൂത്രിത നീക്കമാണെന്നും വെളിച്ചം വിളക്കന്വേഷിക്കുമ്പോൾ എന്ന ലേഖനത്തിൽ പരാമർശമുണ്ട്. റോഷിപാൽ നമുക്കൊപ്പം. ഗുഡ് ഈവനിംഗ് റോഷിപാൽ. രാവിലെ പത്രമിറങ്ങി, ഇപ്പോൾ ഇതിനകം ഇത്രയും മണിക്കൂറാകുമ്പോൾ ഈ ലേഖനം വലിയ രീതിയിൽ ചർച്ചയാവുകയാണോ? സുജയ, കോൺഗ്രസിന്റെ മുഖപത്രമായ വീക്ഷണത്തിൽ ബാബു രാജേന്ദ്രൻ നായർ എഴുതിയ ലേഖനമാണ്. അത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ വെള്ളപൂശുന്നത് മാത്രമല്ല, ലൈംഗിക പീഡന കേസിലെ പ്രതിയാണ്. അതിനപ്പുറത്തേക്ക് ഇരകളെ പൂർണ്ണമായും അധിക്ഷേപിക്കുന്ന തരത്തിൽ ഏറ്റവും മോശമായി ചിത്രീകരിക്കുന്ന പരാമർശം കൂടി ലേഖനത്തിലുണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇരകളുടെ വിശ്വാസ്യത കൂടി തകർക്കുന്ന രീതിയിലാണ് അതിലെ പരാമർശങ്ങൾ. ഇത് ഗൂഢാലോചനയാണെന്ന് പറയുമ്പോൾ തന്നെ CPMുമായി ബന്ധമുള്ളവരാണ് ഈ പരാതിക്കാരെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഈ മൊഴിയിൽ പരസ്പര സമ്മതത്തോടെയാണ് ഈ പീഡനം നടന്നതെന്ന് പറയുന്നു. ഒപ്പം സ്ത്രീ സമ്മതിക്കാതെ ഒരു ഗർഭഛിദ്രവും നടക്കില്ല. അതൊരാളുടെ മാത്രം തീരുമാനമല്ല. ആവശ്യമില്ലാത്ത ഗർഭം കലക്കിയത് ആ സ്ത്രീയുടെ കൂടി തീരുമാനമായിരുന്നു. CPM നാറ്റിച്ചാൽ തകരുന്നവരല്ല കോൺഗ്രസിലെ യുവനേതാക്കൾ. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിലെ വെള്ളപൂശുന്നതാണ് ആ ലേഖനം എന്നത് വ്യക്തമാണ്. പരാതികൾക്ക് പിന്നിൽ ഗൂഢാലോചന എന്നുകൂടി കോൺഗ്രസിന്റെ മുഖപത്രത്തിൽ ഒരു ലേഖനം വരുമ്പോൾ ആ എഡിറ്ററടക്കമുള്ള ആളുകൾ കണ്ടിട്ടായിരിക്കുമല്ലോ. കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളല്ലേ ഇതൊക്കെ നിയന്ത്രിക്കുന്നത്. അവരൊക്കെ കണ്ടിട്ടായിരിക്കും എന്നുള്ളതും ഉറപ്പാണ്. താങ്ക് യു റോഷിപാൽ.